പതുക്കെ എനിക്ക് മുടി വേദനിക്കുന്നത് അതെല്ലാം പറിച്ചെടുക്കുമല്ലോ. കൊല്ലണ്ടേടി. അതൊക്കെ ചെയ്തു. പേനുണ്ടോ അപ്പച്ചി? പിന്നെ 2-3 കിട്ടിയടി. എന്റെ തലയും കൂടെ ചൊറിയുന്നു. എവിടുന്ന്? 2-3 കിട്ടിയൊന്നുമില്ല. അത് പേനല്ല അത്. പിന്നല്ലാതെ മാനാ. അയ്യേ നിലവാരം കുറഞ്ഞ കോമഡി. എന്തുവാടി കൊച്ചേ? മാറിയില്ല അങ്ങോട്ട്. അതെ നിന്റെ സ്റ്റാൻഡേർഡിന് ഇതൊക്കെ മതി. കോമഡി അയ്യോ തിരിഞ്ഞിരിക്കും. എന്നാ ഇവിടെ ചിന്നുവേ, ഓ ഇതെന്തുവടി ഇവിടെ തല പേഞ്ചാകരയാണോ? നോക്കണ്ണ കൊറേ കിട്ടിയേട്ടാ. നാട്ടിൽ ഫുട്ബോൾ കളിക്കുന്ന കിടന്ന് കൊല്ലെ കൊല്ലെ കൊല്ലെ. ആരാണത്? അല്ലല്ല ഇത് കടിച്ചെന്നെ. മാമ അപ്പച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എന്തിനാ ഒന്നാക്കുന്നത്? എത്ര വേണേലും ചോദിച്ചോ. മാമ ഇവിടെ വന്നിരിക്കോ? അല്ല ഞാൻ ഇവിടെ നിന്നോളാടി. എനിക്ക് ഈ പേൻകൊല്ലിൽ നിന്ന് കാണണം. അതൊക്കെ നമുക്ക് കാണാം മാമ. അവിടെ ഇരിക്കും. ഇവള് തിന്നുന്ന എല്ലാം പേനാന്നെന്ന് തോന്നുന്നു. നിറയെ ഉണ്ടടി. ഇന്ന് മൊത്തം ഇരുന്നാലും നടക്കൂല. മാമ അവിടെ നിന്ന് ഇരിക്കും. അതെ മാമ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്റെ നടപ്പിലും പെരുമാറ്റത്തിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. ഒന്നും തോന്നിയില്ലല്ലോ. പക്ഷേ എന്റെ ഫ്രണ്ട്സ് പറയാണ് എന്റെ നടപ്പിലും പെരുമാറ്റത്തിലൊക്കെ ആണുങ്ങളെ പോലെയാണെന്ന്. ഏതവനടി അങ്ങനെ പറഞ്ഞത്? എന്റെ കൊച്ചിനെ കളിയാക്കാൻ ഏതവനടി ധൈര്യം? നമുക്ക് ചോദിച്ചിട്ട് അത് ചോദിക്കൊന്നും വേണ്ട. എനിക്ക് അങ്ങനെയൊക്കെ പറയണ ഇഷ്ടമാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തോന്നാണ് നിന്റെ പ്രശ്നം? എനിക്ക് ഒരാഗ്രഹമുണ്ട്. നീ എന്തിനാ അങ്ങനെ ഒന്നാക്കുന്നത്? ഏതാഗ്രഹം ഉണ്ടെങ്കിൽ മാമനോട് പറ, മാമൻ സാധിച്ചു തരും. പറയടി. അതെ മാമ എനിക്കൊരു ട്രിപ്പ് പോണം. അതിനെന്താ ട്രിപ്പ് പോവാം? എനിക്ക് സിംഗിൾ ആയിട്ട് ട്രിപ്പ് പോണം. എന്ന് വെച്ചാ ഒറ്റയ്ക്ക്. മാമ നീ പൊയ്ക്കോടി. മാമന്റെ സപ്പോർട്ടുണ്ട്. ഉറപ്പാണല്ലോ? ഉറപ്പ്. മാറ്റി പറയില്ലല്ലോ? ഇല്ല മാറ്റി പറയത്തില്ല. മക്കളെ ഞാനും വരട്ടാ. എനിക്കും ആഗ്രഹം. അപ്പച്ചി സിംഗിൾ ട്രിപ്പ് ആണ് ഞാൻ പറഞ്ഞു. അപ്പച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ആ ട്രിപ്പ് ഡബിൾ ട്രിപ്പ് ആവൂലേ? എടി ചിന്നു, നമുക്ക് 2 പേർ കൂടെ ഒരു ട്രിപ്പ് പോവാം. ആണാ? നമുക്ക് 3 പേർക്കും. ശരി. അല്ല അപ്പച്ചി മാമനൊക്കെ സമ്മതിച്ച് അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാം. പക്ഷെ അച്ഛൻ സമ്മതിക്കൂല. എടി ആ കാര്യം എനിക്ക് വിട്ടുക. അളിയനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ല അച്ഛൻ മാത്രം സമ്മതിച്ചാ പോരല്ലോ. ഇവിടെ വേറൊരു വ്യക്തിയും കൂടെ ഉണ്ടല്ലോ സമ്മതിക്കാൻ. വേറെ ആരാ? ഈ ഞാനെന്ന വ്യക്തി. ഏയ് നീ ആരാടി? നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം? എന്റെ സമ്മതമൊക്കെ വേണം. എന്റെ സമ്മതം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. അയ്യേ നിന്റെ സമ്മതം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. അത് തന്നെ. നീ ആരടി നിന്റെ സമ്മതം വാങ്ങിക്കാൻ? ഞാൻ ഇവിടുത്തെ ഇളയ മോള്. ഞാൻ ഇവിടുത്തെ മൂത്ത മോളാ. ഇല്ല അതിനേ ഉള്ളൂ. മൂത്ത മോള് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇളയ മോള്. കഴിഞ്ഞിട്ടെങ്കിലും ഉണ്ടല്ലോ. കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. കേട്ടല്ലോ? അപ്പോഴും ഇത് തന്നെ. മാമാ അച്ഛാ ഇവിടെ കുറച്ച് അഹങ്കാരം കൂടി കിടക്കാണ്. മിണ്ടിപ്പോത്ത് നേരിട്ട് തമ്മിൽ കണ്ട ഞാൻ കീരിയും പാമ്പും പോലെ വേറെ ഒരു വീട്ടിലും ഇങ്ങനത്തെ 2 എണ്ണം. പെങ്ങളെ എനിക്കിപ്പോഴേ നമ്മുടെ പഴയ ഒരു കാര്യം ഓർമ്മ വരുക. എന്തോന്ന്? നമ്മളെ കുറിച്ച് നമ്മുടെ അമ്മ ഇങ്ങനെ പറയുക. അതിവിടെ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ ചേട്ടാ. പിന്നെ എങ്ങനെ പിള്ളേർ ഇങ്ങനെ അല്ലാതാവും? മോന്തായം വളഞ്ഞിരുന്നാലേ 64 വളയുമെന്നാണ്. പിള്ളേരെ കാര്യം പറയുമ്പോ നീ എന്തിനാ എന്റെ കാര്യം എടുത്തിരുന്നേ? ഞാൻ പറയും അപ്പോഴപ്പോഴാ കുറ്റവും കുറവും പറഞ്ഞില്ലെങ്കിലേ നീ വിചാരിക്കും നീ എല്ലാം തികഞ്ഞു പോയെന്ന്. അതുകൊണ്ട് ഞാൻ പറയും. ആണല്ലേ? എന്റെ കുറ്റം പറയാനാണ് രാവിലെ എഴുന്നള്ളി വരുന്നേ തന്നെ. ഞാൻ അതിന് തന്നെ വരുന്ന. എന്ത് കുഴപ്പം? എന്ത് പണിയൊന്നുമില്ലടി. ഇതെന്തോന്ന് ഒരു സ്ഥലം പിള്ളേരുടെ വഴക്ക്? പിന്നെ നാത്തൂൻ കൂടെ തുടങ്ങിയിരിക്കുന്നു. അണ്ണ ഇവിടെ ഇത്രയും കിടന്ന് കരയാനൊന്നും ഇവിടെ ഒന്നുമില്ല. ഞാൻ ചിലപ്പോ ഇവളെ ഇവളെ ഞാൻ കടിക്കും. ചിലപ്പോ ഞാൻ ഉമ്മയും കൊടുക്കും. എന്ത് അണനെന്ത്? ഞങ്ങളൊന്നാണ് അത് വേറെ കഥ. ഞങ്ങളുടെ അടിയൊക്കെ വേറെ. നീ വാ. നാരങ്ങ വെള്ളം പിഴിഞ്ഞു വെച്ചേക്കുന്നു. ഉപ്പ പഞ്ചാരയാ? രണ്ടും ഉണ്ട്. കണക്ക് തന്നെ. ശരി മക്കളെ. ശരി നീ വാടി. കണ്ടു പഠിക്കടി. ഇതാടി സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാലുള്ള സ്നേഹം. അല്ലാതെ നിങ്ങള് കീരിയും പാമ്പനെ പോലെ തമ്മില് തലൂടുന്നതല്ല. അല്ലളിയാ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ബോധം ഈ 2 എണ്ണത്തിനുണ്ടാ? ബോധം എങ്ങനെ ഉണ്ടാകാൻ? അളിയന്റെ മക്കളില്ലേ? ഇപ്പൊ എന്റെ കുറ്റമായ എല്ലാരും വന്നിട്ട് പറയണത് മണിയുടെ മക്കളെന്നാണ്.
ആര് പറഞ്ഞു മാമ എന്റെ അനിയത്തിനോട് എനിക്ക് സ്നേഹമല്ലെന്ന്? എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ മുറുക്കി ഇങ്ങനെ പിടിക്കുന്നതും കുടിച്ചു നിർത്തി ഇങ്ങനെ ഇരിക്കുന്നതും കോല് മടക്കി ചവിട്ടുന്നതും ഒക്കെ. അയ്യോ ഇവളടുത്ത് ഇവക്കുള്ളതിനെ കാട്ടി സ്നേഹമാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇവളെ ഇങ്ങനെ പിടിച്ചു നിർത്തിട്ട് ഇവിടെ ഇട്ട് ഇങ്ങനെ ഇടിക്കണത്. ഇവളെങ്ങനെ പിടിച്ചിട്ട് ഞാൻ കയ്യൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നത് അടിക്കണതൊക്കെ ഭയങ്കര സ്നേഹമാണ് എനിക്ക്. ഞാൻ പോട്ടാ സ്നേഹം. അയ്യോ നിങ്ങൾ രണ്ടുപേരും നോക്കി ചിരിക്കുന്ന അവളെന്നെ അടിച്ചിട്ട് പോയതുണ്ടോ? നീയേ കൊടുത്തിട്ടല്ലേ കിട്ടിയത്. ഇപ്പൊ മനസ്സിലായ കൊടുത്ത അത് കൊല്ലത്തും കിട്ടുമെന്ന്. ശരി പോട്ടാ, കുറച്ച് ദിവസത്തേക്ക് ഉണ്ട്. മാമ നോക്കി ചിരിക്കണം വേണ്ടായിരുന്നല്ലേ? അവളെ അടിക്കണ്ടായിരുന്നല്ലേ? സാരമില്ലടി, മാമൻ നിന്നെ ഒന്ന് ചവിട്ടി തിരുമ്മിത്തരാം. അയ്യോ മാമാ, ഇപ്പൊ ഉള്ള ഇടിയെ എനിക്ക് താങ്ങാവാ. ഇനി മാമന്റെ ചവിട്ടും കൂടി കിട്ടാൻ എനിക്ക് വയ്യ. അത് ക്ലിയർ ആവും ബോഡി. വേണ്ട വേണ്ട വേണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്തായി? നേരത്തെ പറഞ്ഞ കാര്യം എന്തുവാ? ട്രിപ്പിന്റെ. ഓ, ട്രിപ്പിന്റെ കാര്യം. അത് നടക്കൂലേ? അല്ല, അത് നിന്റെ അച്ഛനോട് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. മാമ കാല് മാറല്ലേ മാമ, പ്ലീസ്. അല്ല, പറഞ്ഞു നോക്കാം. നോക്കിയാ മതി. നീ വാ. അതെ മാമ നടക്കൂലോ അല്ലേ? നടക്കൂടി. അളിയനെ കൊണ്ട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കും. ഇതിനെക്കാട്ടി എത്രയോ വലിയ പ്രശ്നങ്ങൾ പലരെ കൊണ്ടോ മാവൻ സാധിച്ചേക്കുന്നു. ബാ, ധൈര്യമായിട്ട്. അതേ അളിയാ. സാർ നമസ്കാരം. സാർ രാംകുമാർ സാർ. ശ്യാംകുമാർ സാറാ? സാർ ഇല്ല സാർ, തിരക്കല്ല. അല്ല, ആരായി ശ്യാംകുമാർ? ചാറോ? അളിയാ, സാർ ഞാൻ അങ്ങോട്ട് വിളിക്കാം സാർ. എവളുടെ ഒരു സോറി സാർ. സോറി സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. പിന്നെ വിളിക്കാം. ഇത് അളിയ എന്റെ ഓഫീസറാണ് വിളിച്ചത്. ഇവളുമാരുടെ വഴക്കാരിയാ. സാർ 2 പ്രാവശ്യം എന്നെ വിളിച്ച്. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവളുമാരുടെ വഴക്കാരിയാണ്. എടുക്കാൻ പറ്റിയില്ല മോളെ. സാർ എന്തൊക്കെ പറഞ്ഞു തരുമോ? ഒരു അത്യാവശ്യ കാര്യത്തിന് എന്നെ വിളിച്ചത്. അത് അത്യാവശ്യ കാര്യത്തിനെ വിളിച്ചത് അളിയ. അതൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞു വരാൻ പോകുന്നു പറഞ്ഞാൽ. ഇവളുമാരുടെ വക്കാലത്താണോ? എനിക്ക് കേക്കണ്ട. ഞാൻ ഒന്നാമത് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ആ സാറിന്റെ വായിരിക്കണമെങ്കിൽ ഞാൻ കേട്ടു. അറിയാമോ, ഇവർക്കെല്ലാം തമാശയാണ് ഇവിടെ. അല്ല എനിക്കൊന്നും കേക്കണ്ട. ഇവരുടെ മാരെ വക്കാലല്ലേ? മണിക്കൂടെ വിട്. മണി അല്ല മണി. ചേട്ടി, അതെ ഇപ്പൊ അളിയന്റെ മൂടെന്ന് പറഞ്ഞാൽ അത്ര ശരിയല്ല. അളിയനൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ സമ്മതിപ്പിച്ചു തരാം. അച്ഛന്റെ മൂട് എത്ര ശരിയായാലും ഇവളുടെ ഈ ട്രിപ്പ് പോണ കാര്യം നടക്കൂല. അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചോ. നീ പോടി മത്തങ്ങ തലച്ച്. അയ്യോ, മത്തങ്ങ തലച്ചെന്ന് വിളിച്ചത്? നീ പോടി പുട്ടുകുട്ടി. നീയാണ് പുട്ടുകുട്ടി. നേരത്തെ കിട്ടിയത് നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ.